ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെ മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമാണ് സഞ്ജു സാംസൺ. വെടിക്കെട്ട് ബാറ്റിംഗ് കൊണ്ടും മിന്നൽ കീപ്പിംഗ് കൊണ്ടും ആരാധകരുടെ ഹീറോ ആയി മാറിയ സഞ്ജു ഇപ്പോൾ ഇന്ത്യയുടെ T20 ടീമിൽ മാത്രമാണ് ഇടം നേടുന്നത്. ഏഷ്യ കപ്പിൽ ഇന്ത്യയുടെ പ്രധാന വിക്കറ്റ് കീപ്പറായി കളിച്ച സഞ്ജു ഇപ്പോൾ ഓസ്ട്രേലിയൻ പര്യടനത്തിലും T20യിലെ ഇന്ത്യയുടെ 1-ാം നമ്പർ വിക്കറ്റ് കീപ്പറായാണ് കളിക്കാൻ പോകുന്നത്. എന്നാൽ 2026 T20 ലോകകപ്പിൽ സഞ്ജു സീറ്റ് ഉറപ്പിച്ചെന്ന് ഇനിയും പറയാറായിട്ടില്ല. വലിയ വെല്ലുവിളികൾ സഞ്ജുവിനെ കാത്തിരിക്കുന്നുണ്ട്. T20യിൽ ഓപ്പണറായി സഞ്ജു കിടിലൻ പ്രകടനങ്ങളാണ് പുറത്തെടുത്തിരുന്നത്. ദക്ഷിണാഫ്രിക്കയിലെ 2 സെഞ്ചുറി പ്രകടനം ഉൾപ്പെടെ 3 സെഞ്ചുറികൾ ഇതിനോടകം അന്താരാഷ്ട്ര T20യിൽ നേടാൻ സഞ്ജുവിന് കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഏഷ്യ കപ്പിൽ ശുഭ്മാൻ ഗില്ലിന്റെ വരവോടെ സഞ്ജുവിനെ T20 ഓപ്പണർ സ്ഥാനത്ത് നിന്ന് മാറ്റി മധ്യനിരയിലാണ് കളിപ്പിക്കുന്നത്. ഇതോടെ സഞ്ജുവിന് പഴയ മികവ് പുറത്തെടുക്കാൻ സാധിക്കാതെ വന്നിരിക്കുകയാണ്. ടോപ്പ് ഓർഡറിൽ മികവ് തെളിയിച്ചിട്ടും എന്തുകൊണ്ടാണ് സഞ്ജുവിനെ ഓപ്പണർ സ്ഥാനത്ത് നിന്ന് മാറ്റിയതെന്ന ചോദ്യം പല ഭാഗത്തു നിന്നും ഉയർന്നു വന്നിരുന്നു. സഞ്ജുവിനെ ഒതുക്കാനുള്ള ശ്രമം ഇന്ത്യൻ ടീമിൽ നടക്കുന്നുണ്ടെന്ന ആരോപണവും ഉയർന്നു വന്നു. ഇപ്പോഴിതാ ഇക്കാര്യങ്ങളോട് പ്രതികരിച്ചിരിക്കുകയാണ് ഇന്ത്യയുടെ നായകനായ സൂര്യകുമാർ യാദവ്. സഞ്ജുവിനെ ടീമിൽ നിന്ന് മാറ്റി നിർത്തുന്നതിനെ കുറിച്ച് കരുതിയിട്ടേയില്ലെന്നാണ് സൂര്യകുമാർ യാദവ് തുറന്നു പറഞ്ഞിരിക്കുന്നത്. ഒരു മാധ്യമ പ്രവർത്തകന് നൽകിയ അഭിമുഖത്തിലാണ് സൂര്യ ഇക്കാര്യത്തെക്കുറിച്ച് മനസ്സ് തുറന്നത്. ശുഭ്മാൻ ഗില്ലും ജിതേഷ് ശർമ്മയും ടീമിലേക്ക് എത്തിയതോടെ പ്ലേയിങ് 11 സംബന്ധിച്ചുള്ള പല അഭ്യൂഹങ്ങളും പ്രചരിച്ചിരുന്നു. സഞ്ജുവിനെ കളിപ്പിക്കാതിരിക്കുന്നതിനെ കുറിച്ച് ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. ഏഷ്യ കപ്പിലെ ആദ്യ പരിശീലന സെഷൻ താനും ഗൗതം ഭായിയും ഒരുമിച്ച് നിന്നാണ് കണ്ടത്. കഴിഞ്ഞ 15-20 മത്സരങ്ങളായി സഞ്ജു സാംസൺ വളരെ മികച്ച പ്രകടനമാണ് പുറത്തെടുക്കുന്നത് എന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്. തങ്ങൾ അവനോട് പറഞ്ഞത് നിന്റെ ബാറ്റിംഗ് ഓർഡർ മാറ്റുമെങ്കിലും ഇമ്പാക്ട് പഴയതുപോലെ തന്നെ ആയിരിക്കും എന്നാണ്. ടീമിന്റെ പദ്ധതിയെക്കുറിച്ച് അവനോട് കൃത്യമായി വിശദീകരിക്കുകയും ചെയ്തു. 30 പന്തിൽ 70 റൺസ് നേടുന്ന തരത്തിലുള്ള കാമിയോകളാണ് സഞ്ജുവിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. മധ്യനിരയിൽ കളിക്കുമ്പോൾ ചിലപ്പോൾ 10 മുതൽ 20 പന്തുകളെ നേരിടാൻ ലഭിക്കുകയുള്ളൂ. ചിലപ്പോൾ ബാറ്റ് ചെയ്യാൻ അവസരവും ലഭിച്ചേക്കില്ല. എന്നാൽ അവൻ ബാറ്റ് ചെയ്യുമ്പോഴെല്ലാം അവൻ്റെതായ ഇമ്പാക്ട് സൃഷ്ടിക്കുന്നവനാണ്. സൂര്യകുമാർ യാദവ് സഞ്ജുവിനെ കുറിച്ച് പറഞ്ഞു. ശുഭ്മാൻ ഗില്ലിനെ ടീമിലേക്ക് കൊണ്ടുവന്നത് ഭാവി നായകൻ എന്ന പരിഗണനയിൽ തന്നെയാണ്. എന്നാൽ ഏഷ്യ കപ്പിൽ ഓപ്പണറായി വലിയൊരു പ്രകടനം നടത്താൻ ഗില്ലിന് സാധിച്ചിരുന്നില്ല. പക്ഷേ IPL തകർപ്പൻ റെക്കോർഡുള്ള താരമാണ് ഗില്ല്. അതുകൊണ്ട് തന്നെ അല്പം കൂടി സമയം കൊടുത്താൽ ഗില്ലിൽ നിന്ന് ഏറ്റവും മികച്ച പ്രകടനം തന്നെ കാണാനാകും എന്ന പ്രതീക്ഷയാണ് ഇപ്പോൾ ഇന്ത്യൻ ടീം മാനേജ്മെന്റിനുള്ളത്. സഞ്ജുവിന് ടീമിൽ നിർണായക റോൾ ഉണ്ടാകുമെന്ന് തന്നെ കരുതാം. എന്നാൽ സഞ്ജുവിന് മധ്യനിരയിൽ തിളങ്ങുക എന്നത് പ്രയാസമുള്ള കാര്യമാണ്. സ്ഥിരതയോടെ മിന്നിക്കാൻ സാധിക്കാത്ത പക്ഷം സഞ്ജുവിനെ മാറ്റാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. സൂര്യകുമാർ യാദവും ഗൗതം ഗംഭീറും സഞ്ജുവിനെ വളരെയധികം പിന്തുണക്കുന്നുണ്ട്. ഗംഭീർ പരിശീലകനായ ശേഷമാണ് സഞ്ജുവിന് തുടർ അവസരങ്ങൾ ലഭിച്ചത്. കഴിയുന്ന അത്ര അവസരങ്ങൾ മുതലാക്കാൻ സഞ്ജുവിന് സാധിക്കേണ്ടതായുണ്ട്. വരുന്ന ഓസീസ് പരമ്പര സഞ്ജുവിന് നിർണായകമാകുമെന്ന് തന്നെ വിലയിരുത്താം. ഓസീസ് പര്യടനത്തിൽ ആകെ 3 ഏകദിന മത്സരങ്ങളും 5 T20 മത്സരങ്ങളുമാണ് ഇന്ത്യ കളിക്കുക. ഇതിൽ ഏകദിന പരമ്പരക്കുള്ള ടീമിൽ സഞ്ജു ഉൾപ്പെട്ടിരുന്നില്ല. സഞ്ജു ഏകദിന ടീമിലും തിരിച്ചെത്തുമെന്നായിരുന്നു മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. ആരാധകർക്കും ഇക്കാര്യത്തിൽ പ്രതീക്ഷയുണ്ടായിരുന്നു. എന്നാൽ ഡ്രൂ ജുറലിനെയാണ് സെലക്ടർമാർ പരിഗണിച്ചത്. ഇക്കാര്യത്തിൽ സെലക്ടർമാർക്കെതിരെ വലിയ വിമർശനങ്ങൾ ഉയർന്നു വന്നിരുന്നു. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.